എല്ലാ കൂട്ടുകാർക്കും Jith'sLearnOnline പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 12/10/2019 തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകൾക്ക് വേണ്ടി നടന്ന VEO എക്സാമിൻ്റെ കണക്ക് വിഭാഗത്തിൽപ്പെട്ട ചോദ്യങ്ങളാണ്. എങ്ങനെ ആ ചോദ്യങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും വേഗതയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. 2019 ഏപ്രിൽ 15 തിങ്കളാഴ്ചയാണ് എങ്കിൽ 2025 ഏപ്രിൽ 15 ഏത് ദിവസമായിരിക്കും? അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം നോക്കേണ്ടത് 2019-നും 2025-നും ഇടയിൽ എത്ര വർഷങ്ങളുണ്ട് എന്നാണ്. 6 വർഷങ്ങളുണ്ട്. സാധാരണ വർഷങ്ങളാണെങ്കിൽ ഇന്ന് ഏപ്രിൽ 15 തിങ്കളാഴ്ചയാണെങ്കിൽ അടുത്ത വർഷം ഏപ്രിൽ 15 എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയായിരിക്കും. സാധാരണ വർഷങ്ങളാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതിവർഷമാണ് അടുത്ത വർഷമെങ്കിൽ വരുന്നതെങ്കിൽ അടുത്ത വർഷത്തെ ഏപ്രിൽ 15 എന്ന് പറയുന്നത് 2 ദിവസം ഷിഫ്റ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വ ബുധനായി പോകുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ലോജിക്ക്. അപ്പോൾ നമുക്ക് 6 വർഷങ്ങളുണ്ടെങ്കിൽ എത്ര ദിവസം നോർമലി ഷിഫ്റ്റ് ചെയ്യണം? 6 ദിവസങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം. ഇനി ഇതിനിടയിൽ അതിവർഷം ഉണ്ടോ? ഉണ്ട്, അതിവർഷം ഉണ്ടാവുമല്ലോ. 4 വർഷം കൂടുമ്പോൾ വരുന്നതാണ് അതിവർഷം. അപ്പോൾ തീർച്ചയായിട്ടും 6 വർഷത്തിനിടയിൽ 2 അതിവർഷങ്ങൾ ഉണ്ടാവും. അപ്പോൾ മൊത്തം എത്ര ദിവസം ഷിഫ്റ്റ് ചെയ്യണം? 8 ദിവസം ഷിഫ്റ്റ് ചെയ്യണം. 7 ദിവസം ഷിഫ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ദിവസം തന്നെ വരും. അതായത് മൺഡേ കഴിഞ്ഞ് 7 ദിവസം ഷിഫ്റ്റ് ചെയ്താൽ മൺഡേ തന്നെയാണ് വരിക. അപ്പോൾ 8 ദിവസം ഷിഫ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മൺഡേ കഴിഞ്ഞ് വരുന്ന ഏതായിരിക്കും? ട്യൂസ്ഡേ ആയിരിക്കും. ഓപ്ഷൻ ബി ചൊവ്വ. ഇത് മെൻ്റൽ എബിലിറ്റി ഭാഗത്തുനിന്നുള്ള ചോദ്യം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ശരിക്കും ഇത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഉത്തരം എഴുതേണ്ടതാണ്. നമ്മൾ കാര്യമായിട്ട് കാൽക്കുലേഷൻ ചെയ്യാൻ നിൽക്കരുത്. ആലോചിച്ചാൽ തന്നെ എളുപ്പത്തിൽ ഇതിൻ്റെ ആൻസർ കിട്ടും. രണ്ടാമത്തെ ചോദ്യം. 2 സംഖ്യകളുടെ തുക 15ഉം അവയുടെ വ്യത്യാസം 1 ആയാൽ ആ സംഖ്യകളുടെ ഗുണനഫലം എത്ര? അപ്പോൾ ഇത് 2 സംഖ്യകളുടെ തുകയും 2 സംഖ്യകളുടെ വ്യത്യാസവും തന്നിട്ടുണ്ടെങ്കിൽ ആ സംഖ്യകൾ കണ്ടുപിടിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ 2 സംഖ്യകളുടെ തുകയും വ്യത്യാസവും തമ്മിൽ കൂട്ടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 1 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 16 കിട്ടും. അതിൻ്റെ പകുതി എടുക്കുക. അതായിരിക്കും ഒരു സംഖ്യ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സംഖ്യ കാണണമെങ്കിലോ ഈ തുകയും വ്യത്യാസവും തമ്മിലും കുറയ്ക്കുക. 14 കിട്ടും. അതിന് 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി? 7. ഇതാണ് രണ്ടാമത്തെ സംഖ്യ. ഇനി ഇവരുടെ ഗുണനഫലം കാണാൻ 7 × 8 ചെയ്താൽ എത്ര കിട്ടും? 56 കിട്ടും. ഓപ്ഷൻ സി. അടുത്തത് ബോർഡ് മാസ് വെച്ച് ചെയ്യാൻ പറ്റിയൊരു ചോദ്യമാണ്. എല്ലാം ഡയറക്റ്റ് കാൽക്കുലേഷൻ തന്നെയാണ്. 36/4 ആദ്യം ഡിവിഷനാണ് ചെയ്യേണ്ടത്. 36/4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 കിട്ടും. ബാക്കി എന്താ പറയുക? 9 × 3 - 9 + 2. ഇനി അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 9 × 3 എന്ന് പറയുന്നത് 27. 27 - 9 + 2. ഇനി അഡീഷനും സബ്ട്രാക്ഷനും ഏത് ലെവലിൽ ചെയ്താലും നമുക്ക് ഏത് ഓർഡറിൽ ചെയ്താലും നമുക്ക് വിഷയമില്ല. അപ്പോൾ 27 - 9 എന്ന് പറയുന്നത് 18. 18 + 2 20. ഓപ്ഷൻ ബി. നാലാമത്തെ ചോദ്യം. 0.01-നെ 1/1000 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ ഏത്? അപ്പോൾ ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഭിന്നസംഖ്യയുടെ വ്യുൽക്രമം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ്. അപ്പോൾ 1/1000 എന്ന് പറയുന്ന ഭിന്നസംഖ്യ കൊണ്ടാണ് നമുക്ക് ഹരിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വ്യുൽക്രമം എന്ന് പറയുന്നത് എത്രയാണ്? അതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1000 ആണ്. പിന്നെ 1/1000 കൊണ്ട് 0.01-നെ ഹരിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? 0.01-നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ശരിയാണല്ലോ? ഇനി 0.01-നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്യണം? ദശാംശമൊക്കെ മറന്നിട്ട് ബാക്കിയുള്ള അതങ്ങനെ തന്നെ എഴുതുക. 1000 കൊണ്ട് 1-നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1000 എന്ന് കിട്ടും. നേരത്തെ 2 സ്ഥാനം മാറിയാണ് ദശാംശം ഇട്ടിരുന്നത്. അതേപോലെ ഇവിടെ 2 സ്ഥാനം മാറി ദശാംശം ഇടുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 10 കിട്ടും. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. ക്ലോക്കിൽ സമയം 6:45 ആകുമ്പോൾ കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബത്തിൽ കാണിക്കുന്ന സമയം എത്ര? ക്ലോക്കിൻ്റെ കണ്ണാടിയിലുള്ള പ്രതിബിംബം കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 11:60-ന് തന്നിരിക്കുന്ന സമയം മൈനസ് ചെയ്താൽ മതി. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5:15 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. അടുത്തത് 6ാമത്തെ ചോദ്യം. ഒരു സംഖ്യയുടെ 8% 72 ആയാൽ ആ സംഖ്യയുടെ 10% എത്ര? അപ്പോൾ 8% എന്ന് പറയുന്നത് 72 ആണ്. അങ്ങനെയാണെങ്കിൽ 1% എത്രയായിരിക്കും? 1% എന്ന് പറയുന്നത് 72/8 ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 9. 2% എത്രയായിരിക്കും? 1% 9 ആണെങ്കിൽ 2% 18 ആയിരിക്കും. നമുക്ക് കാണേണ്ടത് എത്രയാണ്? 10%. 10% എന്ന് വെച്ചാൽ എന്താ? 8% + 2%. അപ്പോൾ 8% എത്രയാണ്? 72. 2% എത്രയാണ്? 18. 72-ഉം 18-ഉം തമ്മിൽ കൂട്ടിയാൽ എത്രയാണ്? 90. ഓപ്ഷൻ സി. 7ാമത്തെ ചോദ്യം. 1+, 3+, 5+, etc. up to 25 വരെ. അതായത്
ഒറ്റ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത് ഒരു AP സമാന്തര ശ്രേണിയാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം 2 കൂട്ടി എഴുതുന്നതാണല്ലോ ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സമ്മ് കാണാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാമെങ്കിൽ, ഒരു സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയുകയാണെങ്കിൽ സമ്മ് കാണാനുള്ള ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എത്ര ടേം ഉണ്ട് എന്നുള്ളതാണ് എന്നെ സൂചിപ്പിക്കുന്നത്. n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം അറിയാം 1, ലാസ്റ്റ് ടേം അറിയാം 25 അല്ലേ. ഇതിനെ നമ്മൾ n/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമ്മ് കിട്ടും. ഇപ്പോഴും n എത്രയാണെന്നുള്ള അറിയില്ല, അത് അവിടെ വെക്കട്ടെ. 1 + 25 എന്ന് പറയുന്നത് എത്രയാണ്? 26. അപ്പോൾ n/2 ഇൻറ്റു 26 എന്ന് വരും. 2ഉം 26ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 13 കിട്ടും. അപ്പോൾ മൊത്തം എന്ത് വരും? n × 13 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സമ്മ്. ഓക്കെ, എന്നിൻ്റെ വാല്യൂ അറിയില്ല. പക്ഷേ എന്തായാലും n × 13 എന്ന് പറയുന്നത് 13ൻ്റെ മൾട്ടിപ്പിൾ ആയല്ലേ പറ്റുള്ളൂ. ഈ കടന്നിരിക്കുന്ന ഓപ്ഷനിൽ 169 മാത്രമേ 13ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളൂ. 13 × 13 ആണ് 169. അപ്പോൾ അതാണ് ആൻസർ. അടുത്തത് റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. A:B, B:C തന്നിട്ടുണ്ട്. A:B:C കാണണം. അപ്പോൾ A:B നമ്മൾ ആദ്യം എഴുതുന്നു, 2:3 എന്ന് എഴുതുന്നു. ഓക്കെ, അടുത്തത് B:C രണ്ടാമത് നമ്മൾ എഴുതുന്നു, 4:3 ആണ്. 4:3 എന്ന് ഇവിടെ എഴുതുന്നു. നമുക്ക് കാണേണ്ട A:B:C. ഇതിനൊരു ടെക്നിക്ക് ഉണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 2നെ 4 കൊണ്ട് ഗുണിക്കാം. ഓക്കെ, 8. രണ്ടാമത്തത് എന്ത് ചെയ്യാം? 3നെ 4 കൊണ്ട് ഗുണിക്കാം, 12. അടുത്തത് എന്ത് ചെയ്യുക? 3നെ 3 കൊണ്ട് ഗുണിക്കാം, 9. 8:12:9 ആണ് ആൻസർ. 9ാമത്തെ ചോദ്യം. ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം 36 π ഘന സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ വ്യാസത്തിൻ്റെ നീളം എത്ര? അപ്പോൾ ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം, വോളിയം എത്രയാണെന്നുള്ളത് നമുക്കറിയാം. 4/3 πr³ ആണ്. ഈ ഇക്വേഷനെക്കാളും എനിക്ക് ഇഷ്ടം ഈ രണ്ടാമത്തെ ഇക്വേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് 3 × വോളിയം = 4 πr³ എന്നങ്ങ് എഴുതി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വോളിയം തന്നിട്ട് റേഡിയസ് കാണാനായിരിക്കും ചോദ്യം വരിക. അപ്പോൾ ഈ രീതിയിൽ ഇക്വേഷൻ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. 3 × വോളിയം = 4 πr³ എന്ന് എഴുതി. ഇനി വോളിയം തന്നിട്ടുണ്ട്. വോളിയം എത്രയാണ്? 3 × വോളിയം എന്ന് പറയുന്നത് 36 π ആണ്. 36നെ ഞാൻ 4 × 9 എന്ന് എഴുതുകയാണേ. 4 × 9 36 ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത് 36 π. ഓക്കെ, = 4 πr³ എന്ന് എഴുതി. ഇപ്പുറം നോക്കൂ, ഇവിടെ ഒരു 4 ഉണ്ട്, ഈ സൈഡിലൊരു 4 ഉണ്ട്, രണ്ടും ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഒരു π ഉണ്ട്, ഇവിടെ ഒരു π ഉണ്ട്, അതും ക്യാൻസൽ ചെയ്യാം. ഇനി ഇവിടെ 9 എന്ന് പറയുന്ന ആളില്ലേ? 9 എന്ന് പറയുന്നത് 3 × 3 അല്ലേ? അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്താ വരിക? 3 × 3 × 3. റൈറ്റ് സൈഡിൽ എന്തേ ബാക്കിയുള്ളൂ? r³ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? r × r × r. അപ്പോൾ rൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. ശരിയാണല്ലോ. അപ്പോൾ 6 3 ആണെങ്കിൽ വ്യാസം എത്രയാണ്? ഡയമീറ്റർ ആണ് വ്യാസം. ഡയമീറ്റർ എന്ന് പറയുന്നത് 2 ടൈംസ് റേഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 സെൻറ്റിമീറ്റർ കിട്ടും. 10ാമത്തെ ചോദ്യം. ഒരു ക്ലാസ്സിൽ 20 ആൺകുട്ടികളുടെ ശരാശരി ഭാരം 45 കിലോഗ്രാം, 30 പെൺകുട്ടികളുടെ ശരാശരി ഭാരം 40 കിലോഗ്രാം ആണ് എങ്കിൽ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെ ശരാശരി ഭാരം എത്ര? അപ്പോൾ 20 ആൺകുട്ടികളുടെ ശരാശരി ഭാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ്സിൻ്റെ മൊത്തം ഭാരം / 20 ബോയ്സ് ആണല്ലോ ഉള്ളത്, / 20 എന്ന് പറയുന്നത് എത്രയാണ്? 45 ആണ്. അതേപോലെ തന്നെ മൊത്തം ഗേൾസിൻ്റെ വെയിറ്റ് / നമ്പർ ഓഫ് ഗേൾസ് 30 = 40. ഓക്കെ, ഇങ്ങനെയാണല്ലോ ശരാശരി കാണുന്നത്. നമുക്ക് കാണേണ്ടത് എന്താ? ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ ശരാശരി ഭാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ്സിൻ്റെ മൊത്തം വെയിറ്റ് പ്ലസ് ഗേൾസിൻ്റെ മൊത്തം വെയിറ്റ് / മൊത്തം കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 + 20 50. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബോയ്സിൻ്റെ മൊത്തം വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 20 × 45 ആയിരിക്കുമല്ലോ. അപ്പോൾ 2 × 45 എന്ന് പറയുന്നത് 90 ആണ്. അപ്പോൾ 20 × 45 900. അതാണ് ബോയ്സിൻ്റെ മൊത്തം വെയിറ്റ്. ഗേൾസിൻ്റെ മൊത്തം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 30 × 40, 3 × 4 12, 2 സീറോസും കൂടി ഇടുമ്പോൾ 1200. ഇതാണ് ഗേൾസിൻ്റെ മൊത്തം വെയിറ്റ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2100 എന്ന് കിട്ടും. / എത്രയാണ് ചെയ്യേണ്ടത്? 50. ഓക്കെ, ചെയ്യുന്ന സമയത്ത് നമുക്ക് 42 കിലോഗ്രാം കിട്ടും. ഓപ്ഷൻ ഡി. 11ാമത്തെ ചോദ്യം. 6 പേർക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ 12 ദിവസം വേണം എങ്കിൽ 4 പേർ എത്ര ദിവസം കൊണ്ട് ഈ ജോലി ചെയ്തു തീർക്കും? 6 പേർക്ക് ഒരു ജോലി തീർക്കാൻ 12. അപ്പോൾ 6 × 12 ആണ് ആ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് = 4 × എത്ര ചെയ്യണം? ഇതാണ് ചോദ്യം. അപ്പോൾ ഇത് M1 D1 = M2 D2 എന്ന് പറയുന്ന ഇക്വേഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 6 × 12 72 ആണ് അല്ലേ? 4നെ എത്ര വെച്ച് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 72 കിട്ടുക? 18 വെച്ച് ഗുണിക്കുമ്പോൾ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. 12ാമത്തെ ചോദ്യം. 0.333 കണ്ടിന്യൂ ചെയ്തു പോകുന്നു, അതിൻ്റെ ഹോൾ സ്ക്വയർ കാണണം.
അപ്പോൾ ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 0.3333 എന്ന് പറയുന്നത് ശരിക്ക് 1/3 റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് അല്ലേ. 1/3 ഒന്ന് ചെയ്ത് നോക്ക്. 1/3 ചെയ്യുന്ന സമയത്ത് 1നെ 3 വെച്ച് ഹരിക്കുമ്പോൾ പോവില്ല. ആദ്യം പോയിൻ്റ് ഇടുന്നു, 10 ആക്കുന്നു, ഇവിടെ 3 പ്രാവശ്യം പോകുന്നു, 9 ഇടുന്നു, വീണ്ടും 1 പോവില്ല, 10 ആക്കുന്നു, വീണ്ടും 3 ഇടുന്നു. ഓക്കെ, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ ഈ 0.333 എന്ന് പറയുന്നതിന് വരെ നമുക്ക് എന്ത് എഴുതാം? 1/3 എന്ന് എഴുതാം. അപ്പോൾ 0.33ൻ്റെ ഹോൾ സ്ക്വയർ കാണുന്നതിന് വരെ 1/3ൻ്റെ ഹോൾ സ്ക്വയർ കണ്ടാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/9. അപ്പോൾ 1/9 ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 1/9 ചെയ്യുന്ന സമയത്ത് പോവാത്തതുകൊണ്ട് പോയിൻ്റ് ഇടുന്നു, 10 ആക്കുന്നു, 1 കിട്ടുന്നു, ഒരു പ്രാവശ്യം 9, വീണ്ടും 10 റിമൈൻഡർ കിട്ടുന്നു, വീണ്ടും 0.1. അപ്പോൾ എത്ര കിട്ടുക? 0.111 കിട്ടും. ഓപ്ഷൻ സി. 13. ഒരു നിശ്ചിത തുകയ്ക്ക് 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ 410 രൂപയും ഈ തുകയ്ക്ക് അതേ പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശ 400 രൂപയാണെങ്കിൽ പലിശ നിരക്ക് എത്ര? ഈ ഒരു ടൈപ്പ് ചോദ്യം, അതായത് കൂട്ടുപലിശയും സാധാരണ പലിശയും തന്നു കഴിഞ്ഞാൽ അവരുടെ വ്യത്യാസം നമുക്കറിയാമെങ്കിൽ തുക എത്രയാണെന്നും പെർസെൻറ്റേജ് എത്രയാണെന്നൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു ടൈപ്പ് പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാര്യം ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകാം. അപ്പോൾ സാധാരണ പലിശ 2 വർഷത്തേക്ക് 400 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള സാധാരണ പലിശ എത്രയായിരിക്കും? 200 രൂപയായിരിക്കും. ആദ്യത്തെ വർഷം 200 കിട്ടുന്നു, രണ്ടാമത്തെ വർഷം 200 കിട്ടുന്നു. ഇനി കൂട്ടുപലിശയുടെ കാര്യം നോക്കാം. കൂട്ടുപലിശയിൽ ആദ്യത്തെ വർഷം സാധാരണ പലിശ എത്രയാണോ അത്ര തന്നെയാണ് കിട്ടുക, 200. രണ്ടാമത്തെ വർഷമോ സാധാരണ പലിശ കിട്ടിയിരുന്ന 200 കിട്ടും. അതിൻ്റെ കൂടെ ആദ്യത്തെ വർഷം കിട്ട പലിശ നിരക്ക് എത്രയാണോ അത്രയും ശതമാനം കൂടെ എക്സസ് കിട്ടും. അപ്പോൾ 410 തന്നു കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തെ വർഷം 200 കിട്ടി, രണ്ടാമത്തെ വർഷം 200 കിട്ടി, പ്ലസ് എത്ര വരണം? 10 കൂടെ വരണം. അപ്പോഴാണല്ലോ ഇത് 410 ആവുന്നത്. അപ്പോൾ ആദ്യത്തെ വർഷം കിട്ടിയ പലിശ 200ൻ്റെ എത്ര ശതമാനമാണ് ഈ അഡീഷണലി വരുന്ന 10 രൂപ എന്ന് നോക്കിയാൽ മതി. അതായിരിക്കും പലിശ നിരക്ക്. അപ്പോൾ 200ൻ്റെ എത്രയോ ശതമാനമാണ് എന്ത് അഡീഷണൽ കിട്ടിയ 10 രൂപ എന്ന് പറയുന്നത്. എത്ര ശതമാനമാണ്? 5% അപ്പോഴാണ് 10 കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, 2/100 ഈസ് ഈക്വൽ ടു 2/100നെ എങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക? 2/100നെ നമുക്ക് 2/50 × 2/50 എന്നാണ് എഴുതാൻ പറ്റുക. അതായത് ഇപ്പം a/b × a/c എന്ന് പറയുന്നത് a/b + c ആണ്. ഈ ഒരു റൂളാണ് ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് 2, ബി എന്ന് പറയുന്നത് 50, സി എന്ന് പറയുന്നത് 50. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ 2/50 + 50 2/100 വരും. 15ാമത്തെ ചോദ്യം, ഒരാൾ 100 രൂപയ്ക്ക് 11 മാങ്ങകൾ വാങ്ങി. 10 മാങ്ങകൾ 110 രൂപയ്ക്ക് വിറ്റുവെങ്കിൽ ലാഭശതമാനം എത്ര? അപ്പോൾ 100 രൂപയ്ക്ക് 11 മാങ്ങകൾ വാങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 മാങ്ങയ്ക്ക് 100 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു മാങ്ങയ്ക്ക് എത്രയായിരിക്കും? 100/11. ഇതാണ് വാങ്ങിയ കേസ്. അയാൾ വാങ്ങുന്ന വില എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ലാഭനഷ്ട കണക്കുകൾ ചെയ്യുന്ന സമയത്ത് ഈ വാങ്ങിയ വിലേനെ നമ്മൾ എന്ത് ചെയ്യുക? 100% ആക്കിയിട്ടങ്ങ് എടുക്കുക. ഓക്കെ, അപ്പോൾ 100/11 നമ്മുടെ 100% എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വിറ്റ കേസ് എടുക്കാം. അയാൾ വിൽക്കുന്നത് എങ്ങനെയാണ്? 10 മാങ്ങകൾ 110 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മാങ്ങയ്ക്ക് എത്രയാണ്? 110/10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 രൂപ. ഓക്കെ, അപ്പോൾ ഒരു മാങ്ങയ്ക്ക് 100/11 മേടിച്ചിട്ട് ആ മാങ്ങനെ 11 രൂപയ്ക്ക് വിൽക്കുകയാണ്. അപ്പോൾ അയാളുടെ ലാഭം എത്രയാണെന്നാണ് കാണേണ്ടത്. അപ്പോൾ 100/11 നമ്മൾ 100% ആക്കി എടുത്തു. അപ്പോൾ 100/11ൻ്റെ എത്രയോ ശതമാനമാണ് 11? അതെത്രയാണെന്നങ്ങ് കണ്ടാൽ മതി. എത്രയോ ശതമാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 5% ആണെങ്കിൽ 5/100, 10% 10/100 എന്നൊക്കെ വരില്ലേ. ഇപ്പം എത്ര ശതമാനമാണെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാനിവിടെ 100 ഇടുന്നു. മോളിൽ എന്തിടണം? മോളിൽ നമ്മൾ എന്തിട്ട് കഴിഞ്ഞാലും ഫൈനൽ ആൻസർ 11 വരണം അല്ലേ. ഓൾറെഡി ഈ 100 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ മുകളിൽ നമ്മൾ 11 കിട്ടണമെങ്കിൽ ഇവിടെ ഒരു 11 ഇട്ടാൽ പോരാ, 11 × 11 ഇടണം. അങ്ങനെയാകുമ്പോൾ ഈ 11 ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് 11 കിട്ടും. അപ്പോൾ നമ്മൾ 100/11 എന്ത് വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 121/100. 121 എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 × 11 അല്ലേ. അപ്പോൾ 100 ക്യാൻസൽ ചെയ്യുന്നു. 121 എന്ന് പറഞ്ഞാൽ 11 × 11, 11 ക്യാൻസൽ ആവുന്നു. ഫൈനലി നമുക്ക് 11 കിട്ടുന്നു. അപ്പോൾ ഈ 11 എന്ന് പറയുന്നത് എന്താണ്? 100/11ൻ്റെ 121% 11. അപ്പോൾ 100/11 100%, നമ്മൾ വിൽക്കുന്നത് 121%. അപ്പോൾ ലാഭം എത്ര ശതമാനം? 21%. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ആ ഒരു ചോദ്യം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഈ ഒരു രീതിയിൽ നമ്മൾ കുറേ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഇതാണ്.
ഇവിടെ ഭിന്നസംഖ്യകളൊക്കെ വന്നുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നത്. സാധാരണ സംഖ്യകളാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈ വഴിക്ക് ആൻസർ കിട്ടും. നിങ്ങൾ 2-3 പ്രാവശ്യം ഈ സ്റ്റെപ്സ് ഒന്ന് കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും. അടുത്തത് 0.458 നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓപ്ഷൻസ് നോക്കി ഉത്തരം കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. ഓപ്ഷൻ എ നോക്കിക്കഴിഞ്ഞാൽ 4 × 10 40+. എന്ന് പറയുമ്പോഴേ സംഖ്യ 40 പോയിൻ്റ് ഒക്കെ വരണം. അങ്ങനെയുള്ള സംഖ്യകളൊന്നുമല്ല. അപ്പോൾ ഓപ്ഷൻ എ അല്ല എന്ന് ഉറപ്പിക്കാം. അതേപോലെ തന്നെ ഓപ്ഷൻ ഡി നോക്കിക്കഴിഞ്ഞാൽ 4 × 1000 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4000 വരുന്നു. 5 × 100 എന്ന് വരുമ്പോൾ 500 വരുന്നു. അപ്പോൾ ഇതും സംഖ്യ ആവാൻ സാധ്യതയില്ല. അപ്പോൾ ഇതും നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. ബാക്കിയുള്ളത് ബിയും ഡിയും ആണ്. അപ്പോൾ 4 × 10⁻⁻1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഓപ്ഷൻ നോക്കാം. 4 × 10⁻⁻1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4/10 ആണ്. 4/10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.4. അടുത്തത് എന്താണ്? +5 × 10⁻⁻2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 5/100. 5/100 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 0.05 ആണ്. അടുത്ത സംഖ്യ 8 × 10⁻³ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8/1000. 8/1000 എന്ന് വെച്ചാൽ എത്രയാണ്? 0.008. ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ നമുക്ക് 0.458 കിട്ടില്ലേ? കിട്ടും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. 18ാമത്തത് 2, 6, 12, 20-42. ഈ ശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ ഏത്? ഇതിലുള്ള 2 കഴിഞ്ഞിട്ട് 4 കൂട്ടിയിട്ടാണ് നമുക്ക് അടുത്ത സംഖ്യ കിട്ടുന്ന 6. 6ൻ്റെ കൂടെ 6 കൂട്ടിയിട്ടാണ് അടുത്ത സംഖ്യ കിട്ടുന്ന 12. 12ൻ്റെ കൂടെ 8 കൂട്ടിയിട്ടാണ് അടുത്ത സംഖ്യ കിട്ടുന്നത് 20. അപ്പോൾ 20ൻ്റെ കൂടെ അടുത്ത കൂട്ടേണ്ട ഏതാ? ആദ്യം കൂട്ടിയ സംഖ്യ 4, രണ്ടാമത് കൂട്ടിയ സംഖ്യ 6, മൂന്നാമത് കൂട്ടിയ സംഖ്യ 8. അപ്പോൾ അടുത്ത കൂട്ടേണ്ട സ്വാഭാവികമായിട്ട് എത്രയായിരിക്കും? 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സംഖ്യ എത്രയാണ്? 30 ആണ്. ഓപ്ഷൻ എ. അപ്പോൾ 19ാമത്തെ ചോദ്യം. ഒരു ക്ലോക്കിൽ സമയം 6:30 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? അപ്പോൾ ഇത് ചെയ്യാനും നമുക്കൊരു എളുപ്പ മെത്തേഡ് ഞാൻ മുമ്പുള്ള പ്രോബ്ലംസൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6:30 സമയമെങ്കിൽ 6:30 6 അങ്ങനെ തന്നെ എടുക്കുക. 30 എന്ന് പറയുമ്പം മിനിറ്റ് സൂചി എത്രേൻ്റെ നേരെ ആയിരിക്കും? 6ൻ്റെ നേരെ തന്നെ ആയിരിക്കും അല്ലേ? ഓക്കെ, ഇങ്ങനെ കിട്ടി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. 6 - 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 × 30 ഡിഗ്രി ചെയ്യുക. പ്ലസ് എന്ത് ചെയ്യുക? മിനിറ്റ് എത്രയാണോ 30 അതിൻ്റെ പകുതി എടുക്കുക, 15. അപ്പോൾ 0 × 30 എന്ന് പറയുന്നത് 0. ബാക്കി എത്രയുണ്ട്? 15 ഡിഗ്രി ആയിട്ടായിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ ബി. ഇവിടെ 2ഉം 6 വന്നുകൊണ്ടാണ് കേട്ടോ ഇവിടെ 0 ആയിപ്പോയത്. 2ഉം 6 അല്ല. ഇപ്പം 7:30 ആയിരുന്നെങ്കിൽ ഇവിടെ 7ഉം ഇവിടെ 6ഉം വരും. 7 - 6 1 വരും. 1 × 30 വരും. 1 × 30 + 15 എന്ന് വരും. 45 വരും. ലാസ്റ്റ് ചോദ്യം. ഒരാൾ 2 കിലോമീറ്റർ വടക്കോട്ട് നടന്നതിന് ശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് നടന്നു. പിന്നീട് വീണ്ടും 3 കിലോമീറ്റർ വടക്കോട്ടും അവിടെ നിന്ന് 5 കിലോമീറ്റർ കിഴക്കോട്ടും നടന്നു. അയാൾ ആദ്യം നിന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ എത്ര അകലെയാണ്? ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നു. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഡയറക്ഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരച്ചു തുടങ്ങാം. ആദ്യം 2 കിലോമീറ്റർ വടക്കോട്ടേക്കാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നോർത്തിലേക്ക് 2 കിലോമീറ്റർ നടന്നു. അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ടേക്ക് നടന്നു. കിഴക്ക് ഡയറക്ഷൻ ഇതാണ്. 7 കിലോമീറ്റേഴ്സ് നടന്നു. വീണ്ടും അയാൾ 3 കിലോമീറ്റർ വടക്കോട്ട് നടക്കുകയാണ്. അപ്പോൾ വടക്ക് എന്ന് പറയുന്ന ഡയറക്ഷൻ ഇതാണ്. 3 കിലോമീറ്റർ നടന്നു. പിന്നെ അവിടെ നിന്ന് 5 കിലോമീറ്റർ കിഴക്കോട്ട് നടന്നു. കിഴക്ക് എന്ന് പറയുന്ന ഡയറക്ഷൻ ഇതാണ്. ഓക്കെ, 5. നമുക്ക് കാണേണ്ടത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വേറൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ലൈൻ, ഇങ്ങനൊരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മളിവിടെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ലൈനിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് 7 ആണ്. മുകളിൽ നോക്കിയാൽ അറിയാം. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് 5 ആണ്. അപ്പോൾ ഇത് മൊത്തം എത്രയായി? ഈ ലെങ്ത്ത് 12 ആയി. ഇനി ഇങ്ങനെ ഒരു ലൈൻ കൺസിഡർ ചെയ്യാം മുകളിലേക്ക്. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് 2 ആണ്. ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് 3 ആണ്. അപ്പോൾ മൊത്തം നമുക്ക് എത്ര കിട്ടി? 5 കിട്ടി. നമുക്ക് കാണേണ്ട ഡിസ്റ്റൻസ് ഏതാണ്? ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കാണുന്നില്ലേ? ഒരു സൈഡ് 12ഉം ഒരു സൈഡ് 5ഉം ആയിട്ടുള്ള ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ കർണമാണ്. കർണം എന്ന് വെച്ച് കഴിഞ്ഞാൽ √12² + 5² ആയിരിക്കും ആ ലെങ്ത്ത് എന്ന് പറയുന്നത്. 12² എന്ന് പറഞ്ഞാൽ 144, 5² 25,
റൂട്ട് ഓഫ് 144 പ്ലസ് 25 എന്ന് പറയുമ്പോൾ റൂട്ട് 169. അപ്പോൾ 13 ആണ് നമുക്ക് ആൻസർ കിട്ടുക, ഓപ്ഷൻ ഡി. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അഭിപ്രായങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.